എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനാംഗീകാരം അനിശ്ചിതമായി നീളുമ്പോഴും സർക്കാർ നിസ്സംഗതയിലാണ്. പ്രതിഷേധങ്ങളും അപേക്ഷകളും കോടതി വിധികളും പോരാ, മനുഷ്യക്കുരുതി തന്നെ വേണം ഈ സിസ്റ്റം ചലിക്കാൻ എന്നായിട്ടുണ്ട്. പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് പുസ്തകം പുത്തനൊരായുധമാണെന്ന് ഉച്ചസ്ഥരം ഘോഷിക്കുന്നവരുടെ സർക്കാരിന് അക്ഷരമെന്ന ആയുധം പുതുതലമുറയിലേക്ക് പകരുന്ന അധ്യാപകരുടെ കണ്ണീര് കാണാൻ മനസ്സില്ല. നിയമനാംഗീകാരം കാത്തുകഴിയുന്ന പതിനായിരക്കണക്കിന് അധ്യാപകരുടെ മനസ്താപത്തിൽ ഉരുകുന്നത് ഭാവി തലമുറ കൂടിയാണെന്ന് വീണ്ടും വിചാരവുമില്ല. നിയമനാംഗീകാരം ലഭിക്കാതെ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ അവസ്ഥ നോക്കുക. സമൂഹത്തിലും വീട്ടിലും അവർ അധ്യാപകരാണ്, എന്നാൽ അവരുടെ ജീവിതം ദുരിതപൂർണ്ണവും. സ്ഥിര നിയമനം ലഭിച്ച അധ്യാപകർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യണം. സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പരിശീലന പരിപാടികളിലും പങ്കെടുക്കണം. ദിവസക്കൂലി ആകട്ടെ കൃത്യസമയത്ത് നൽകുന്നുമില്ല. അതിന് നിരവധി നൂലാമാലകൾ. സ്കൂളിലെ സമ്മർദ്ദത്തിന് പുറമെ വീട്ടിലെയും സമൂഹത്തിലെയും സമ്മർദ്ദവും സഹിക്കാനാകാതെ ചിലരെങ്കിലും കടുങ്കൈക്ക് മുതിർന്നാൽ എങ്ങനെ കുറ്റം പറയാനാകും? ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിൽ ആർക്കും എതിർപ്പില്ല. മുൻകാല പ്രാബല്യം, ഒഴിവുകൾ കണക്കാക്കുന്ന രീതി, കുരുക്കുമുറുക്കുന്ന രീതിയിലുള്ള സർക്കാരിന്റെ നയപരമായ ചില തീരുമാനങ്ങൾ എന്നിവയോടാണ് എതിർപ്പ്. ആ എതിർപ്പ് തന്നെ നിയമനാംഗീകാര വിഷയത്തിൽ കുടുങ്ങി സ്കൂളുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ താളം തെറ്റുന്നതിനെ ചൊല്ലിയാണ്. കുരുക്കുകൾ അഴിക്കുന്നതാണ് ഭരണവൈദഗ്ധ്യം. പ്രശ്നങ്ങളുടെ എല്ലാ വശവും പരിഗണിച്ച് അതുമൂലം കഷ്ടത അനുഭവിക്കുന്നവരോട് അനുഭാവം പുലർത്തി പരിഹാരവും തീരുമാനവും കണ്ടെത്തുന്നതാണ് ജനാധിപത്യ രീതി. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിനെ സഹായിക്കാനാണ് കോടതികളും ഭരണയന്ത്രവും. കോടതി വിധികളുടെ വ്യാഖ്യാനം സങ്കുചിത ചിന്തകളില്ലാതെയാകണം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഭിന്നശേഷി സംവരണ പ്രശ്നത്തിൽ NSS മാനേജ്മെന്റ് സുപ്രീം കോടതി വരെ പോയി അനുകൂല വിധി സമ്പാദിച്ചു. ഭിന്നശേഷി തസ്തികകൾ മാറ്റിവെച്ച് മറ്റു നിയമനങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞ മാർച്ചിലാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവും ഇറങ്ങി. സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും സ്ഥാപനങ്ങൾക്കും ഇതേ വിധി ബാധകമാക്കാമെന്ന് കോടതി പരാമർശിച്ചതുമാണ്. അതനുസരിച്ച് കൺസോർഷ്യം ഓഫ് കാത്തലിക് സ്കൂൾസ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി വിധിയുള്ളതിനാൽ 4 മാസത്തിനകം സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഒടുവിൽ ഈ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ NSS മാനേജ്മെന്റ് ഒഴികെയുള്ളവർക്ക് പഴയ സ്ഥിതി തുടരുമെന്ന് സർക്കാർ ഉത്തരവുമിറക്കി. അങ്ങനെ 2018 മുതൽ നിയമനം നേടിയവരുടെ അംഗീകാരം അനിശ്ചിതമായി തൃശങ്കുവിൽ തന്നെ. ഭിന്നശേഷി സംവരണം അനുസരിച്ചുള്ള നിയമനം എപ്പോൾ പൂർത്തിയാകുമെന്ന് ഒരു നിശ്ചയവുമില്ല. അതിനുശേഷം മാത്രമേ മറ്റ് തസ്തികകളിലെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകൂ എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ഇനി മാനേജ്മെന്റുകൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കോ കൂട്ടായോ സുപ്രീം കോടതി വിധി സമ്പാദിച്ചാൽ ചിലപ്പോൾ അംഗീകാരം ലഭിക്കുമായിരിക്കും. ഒരു മാനേജർ നിയമനം നടത്തിയാൽ അതിൽ അംഗീകാരം കിട്ടണമെങ്കിൽ 4-5 വർഷം വേണ്ടിവരുന്ന അവസ്ഥയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ആകട്ടെ അംഗീകാരം പരമാവധി വൈകിക്കാനാണ് നോക്കുന്നതെന്നും മാനേജർമാർ പരാതിപ്പെടുന്നു. ഭിന്നശേഷിക്കാര്യത്തിലാണെങ്കിൽ വേണ്ടത്ര ഭിന്നശേഷിക്കാരില്ലാതെ കാത്തിരിക്കുന്ന മാനേജ്മെന്റുകളുമുണ്ട്. NSS നൽകിയ ഹർജിയിൽ ഭിന്നശേഷി സംവരണ തസ്തികകൾ മാറ്റിവെച്ച് മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ എതിർപ്പില്ലെന്ന് കോടതിയെ അറിയിച്ച അതേ സർക്കാർ തന്നെയാണ് പിന്നീട് നിർദ്ദയം കാലുമാറിയത്. നിരവധി വർഷങ്ങൾ നീണ്ട സാമൂഹിക രാഷ്ട്രീയ പരിണാമങ്ങളിലൂടെയാണ് എയ്ഡഡ് വിദ്യാലയങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ സുപ്രധാന ഭാഗമായി മാറിയത്. 1817 തിരുവിതാംകൂർ മഹാറാണി ഗൗരി പാർവതി ഭായ് പള്ളിക്കൂടങ്ങൾ സർക്കാർ ചെലവിൽ നടത്തണം എന്ന് ഉത്തരവിറക്കിയിരുന്നു. ഈ നിലപാട് എയ്ഡഡ് സ്കൂൾ സംവിധാനത്തിന് അടിത്തറയായി. ജനകീയ വിദ്യാലയങ്ങൾക്ക് സർക്കാർ സഹായം നൽകുന്നത് ഒരു നയമായി മാറി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാരം പങ്കുവയ്ക്കുന്നതിൽ ഈ വിദ്യാലയങ്ങൾ വഹിക്കുന്ന വിലപ്പെട്ട പങ്ക് ആർക്കും മറച്ചുപിടിക്കാനാകില്ല. സംസ്ഥാനത്ത് കൂടുതൽ വിദ്യാർത്ഥികളും അധ്യാപകരുമുള്ള എയ്ഡഡ് മേഖല മികവിന്റെ കേന്ദ്രങ്ങളാണെന്നതും തർക്കവിഷയമല്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങളേ ഉള്ളൂ. 3ാം തവണയും അധികാരം ലക്ഷ്യമിടുന്ന ഇടതുമുന്നണി ഇലക്ഷന് വേണ്ടി കരുതിവെച്ച ആയുധമാണോ ഇതൊക്കെ? അങ്ങനെയാണെങ്കിൽ കഷ്ടം. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ബലി കഴിക്കാനുള്ളതാണോ പിടയുന്ന ജീവിതങ്ങളും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും?